ഞാൻ ഡോക്ടർ അരുൺ, അസോസിയേറ്റ് കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഗ്യാസ്ട്രോൻട്രോളജി, കിംസ് ട്രിവാൻഡ്രം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അഥവാ IBD. ഇത് സാധാരണമായി 2 തരത്തിലാണുള്ളത്: ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ്. IBD എന്ന് വെച്ചാൽ നമ്മുടെ ദഹനനാളം അല്ലെങ്കിൽ GI ട്രാക്റ്റിൽ ഉണ്ടാകുന്ന നീർവീക്കം ആണ് നമ്മൾ IBD എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇത് 2 തരത്തിലാണുള്ളത്: ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ്. അൾസറേറ്റീവ് കൊളൈറ്റിസ് സാധാരണഗതിയിൽ വൻകുടലിനെയാണ് ഇത് ബാധിക്കുന്നത്. വൻകുടലിലെ ഏത് പോർഷൻ വേണോ ഇത് അഫക്റ്റ് ചെയ്യാം. ക്രോൺസ് ഡിസീസ് നമുക്ക് വാ മുതൽ മലാശയം വരെ ഏത് ഭാഗത്ത് വേണോ ക്രോൺസ് ഡിസീസ് അഫക്റ്റ് ചെയ്യാം. കൂടുതലായിട്ട് ചെറുകുടലും വൻകുടലും യോജിക്കുന്ന സ്ഥലത്ത്, അതല്ലെങ്കിൽ വൻകുടൽ മാത്രമായിട്ട് ക്രോൺസ് ഡിസീസ് കാണാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? ഇത് IBD എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ രോഗമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണമെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ജനറ്റിക്കൽ കാരണങ്ങൾ കൊണ്ട് വരാം. പാരിസ്ഥിതികമായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അഥവാ രോഗപ്രതിരോധ ശക്തി, നമ്മുടെ ഇമ്മ്യൂണിറ്റി, ജന്മനാൽ ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി, ഇതിൻ്റെ എല്ലാ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കോശങ്ങൾ, GI ട്രാക്റ്റിലുള്ള കോശങ്ങളെ ഇതിൽ അഫക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം നീർവീക്കമാണ് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ്. ഒരാൾക്ക് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിലും ഇത് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിന് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങളും വിവിധമാണ്. അപ്പോൾ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ? അൾസറേറ്റീവ് കൊളൈറ്റിസ്, അത് നേരത്തെ പറഞ്ഞതുപോലെ വൻകുടലിൽ മാത്രം ഉണ്ടാകുന്ന ഒരു തരം അസുഖമാണ്. അത് വൻകുടലിൻ്റെ ആദ്യത്തെ ലെയർ, അതായത് മ്യൂക്കോസൽ ലെയറിലാണ് ഇതിൽ കൂടുതലുമായിട്ട് ഉണ്ടാകുന്നത്. അവിടെ വ്രണങ്ങൾ അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാകും. അപ്പോൾ രോഗിക്ക് സാധാരണഗതിയിൽ വയറിളക്കം, നീണ്ടു നിൽക്കുന്ന വയറിളക്കം ഉണ്ടാകാം. മലത്തിൽ രക്തം പോകുന്ന ഒരു സാധ്യതയുണ്ടാകും. മലത്തിൽ രക്തം പോവാം. മലം പിടിച്ചു വയ്ക്കാനുള്ള, നമ്മുടെ മലാശയത്തിൽ മുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നതെങ്കിൽ നമുക്ക് മലം പോകാനായിട്ടുള്ള ടെൻഡൻസി വരുമ്പോൾ തന്നെ ഉടൻ തന്നെ ബാത്റൂമിൽ പോകേണ്ടി വരുന്നുള്ള അവസ്ഥ. ഇതൊക്കെയാണ് കൂടുതലുമായിട്ട് അൾസറേറ്റീവ് കൊളൈറ്റിസിൽ ഉണ്ടാവും. ക്രോൺസ് ഡിസീസ് നേരെ വിരിച്ച് നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിന് സ്ഥിരമായിട്ട് അടിവയറ്റിൽ വേദന, നേരത്തെ പറഞ്ഞ പോലെ വയറിളക്കം വരാനുള്ള സാധ്യത, ചെറുകുടൽ വൻകുടൽ എവിടെ വേണേൽ ബാധിക്കാമെന്നുള്ളതിനാൽ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പോഷകങ്ങൾ അബ്സോർബ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് പോകാം. ആ സമയത്ത് വിളർച്ച, അനീമിയ ഉണ്ടാവാം, ശരീരം മെലിയാം. കാരണം ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കുടലിലെ നീർവീക്കം കാരണം അബ്സോർബ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പ്രോട്ടീൻ നഷ്ടപ്പെടാം. അങ്ങനെ ശരീരം മെലിയാനുള്ള ഒരവസ്ഥ. പിന്നെ അവിടെ ഇവിടെ വ്രണങ്ങൾ വരുന്നതുകൊണ്ട് പനി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്രോൺസ് ഡിസീസ് വേറെ നമ്മുടെ GI ട്രാക്ട് മാത്രമല്ല, വേറെ ബോഡിയുടെ ഏത് അവയവങ്ങളെ വേണേൽ ബാധിക്കാം. പ്രധാനമായിട്ട് ത്വക്ക് രോഗങ്ങളുണ്ടാവാം, വായിൽ പുണ്ണുണ്ടാവാം, കരളിനെ ബാധിക്കാം, ഫാറ്റി ലിവർ ഉണ്ടാവാം, പ്രൈമറി സ്ക്ലിയറോസിങ് കൊളാഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ലിവറിൻ്റെ ബൈൽ ഡക്ട്സിനെ അഫക്റ്റ് ചെയ്യുന്ന രോഗങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ ജോയിൻറ്റ് സന്ധിവാതങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാം ഈ IBDയുടെ ഒരു ക്രോൺസ് ഡിസീസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഏത് ട്രാക്റ്റിന് വേണേൽ അഫക്റ്റ് ചെയ്യാം, ഏത് ബോഡി സിസ്റ്റത്തിന് വേണേൽ നമുക്കിത് അഫക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ IBD ഈ രക്തം കട്ട പിടിക്കുന്ന ത്രോംബോ എംബോളിസം ഉണ്ടാക്കാനുള്ള ഒരു ചാൻസുമുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഒറ്റ പരിശോധന കൊണ്ട് മാത്രം നമുക്ക് IBD രോഗം നിർണ്ണയിക്കാൻ പറ്റത്തില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സങ്കീർണമായ ഒരു രോഗമാണ്. അപ്പോൾ നമ്മൾ കുറേ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എല്ലാം കൺക്ലൂഷനിലാണ് നമ്മൾ IBD ആണോ അല്ലയെന്ന് തീരുമാനിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്യും. യൂഷ്വലി ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസിൽ രക്തം പരിശോധിക്കുമ്പോൾ HB, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ വ്രണങ്ങളിൽ നിന്ന് ബ്ലഡ് പോകുന്നത് കൊണ്ട്, രക്തം വാർന്നു പോകുന്നുണ്ട്, മിക്ക പേഷ്യൻസിനും അനീമിയ അല്ലെങ്കിൽ രക്തവിളർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നീർവീക്കം ഉള്ളതിനാൽ ബ്ലഡിൽ ESR അല്ലെങ്കിൽ CRP, അത് നീർവീക്കത്തിനെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. അത് സാധാരണഗതിയിൽ ഇത് കൂടുതലായിട്ട് കാണാറ്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി. കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൽ കൂടെ ഒരു ക്യാമറ ഇട്ട് വൻകുടലും ചെറുകുടലും പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു അൾസറേറ്റീവ് കൊളൈറ്റിസ് വൻകുടലിൽ മാത്രമേ ബാധിക്കുന്നുള്ളൂ. അതിനാൽ കൊളോണോസ്കോപ്പി വെച്ച് തന്നെ നമുക്ക് ഏറെക്കുറെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് തന്നെ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് നമ്മൾ ബയോപ്സി
അത് ഇവിടുന്ന് കുറച്ച് സാമ്പിൾസ് കുത്തി പരിശോധനയ്ക്ക് അയക്കും. അത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി അതിൽ നമ്മളെ ഇതിൻ്റെ ഡിസീസിൻ്റെ സിവിയറിറ്റിയൊക്കെ നമുക്കറിയാൻ പറ്റും. പക്ഷേ നേരെ മറിച്ച് ക്രോൺസ് ഡിസീസ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് എവിടെ വേണോ അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് കൊളോണോസ്കോപ്പി ഒരു പരിധിവരെ നമുക്ക് കൊളോണോസ്കോപ്പിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അത് കൂടുതലായിട്ട് വരുന്നത് ചെറുകുടൽ വൻകുടൽ യോജിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വൻകുടലിൽ മാത്രമായിട്ടോ അല്ലെങ്കിൽ എവിടെ വേണോ ഉണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറുകുടൽ മാത്രമാണെങ്കിൽ കൊളോണോസ്കോപ്പി കൊണ്ട് മാത്രം തന്നെ രോഗം നിർണ്ണയിക്കണമെന്നില്ല. ഇപ്പോൾ വൻകുടൽ ചെറുകുടൽ പരിശോധിക്കാനായിട്ട് ചിലപ്പോൾ CT സ്കാൻ, CT എൻഡ്രോഗ്രാഫി അല്ലെങ്കിൽ MR എൻഡ്രോഗ്രാഫി തുടങ്ങിയ ഫർദർ ടെസ്റ്റുകളൊക്കെ വേണ്ടി വരും. പിന്നെ ഉള്ളത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അതായത് IBD വന്നാൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള കോംപ്ലിക്കേഷൻസ്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ രക്തക്കുറവ്, വിളർച്ച ഉണ്ടാകാം, പോഷകക്കുറവ്, വെയിറ്റ് ലോസ്, ഇതെല്ലാം ഉണ്ടാകും. പിന്നെ നീണ്ടു നിൽക്കുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം ഇത് തൊലിപ്പുറത്തുണ്ടാകുന്ന ചേഞ്ചസ് ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ ക്യാൻസർ, വൻകുടൽ ചെറുകുടലിൽ ഉണ്ടാകാവുന്ന ക്യാൻസർ, IBD പ്രത്യേകിച്ച് ക്രോൺസ് ഡിസീസിൽ ഈ കുടലിന് എല്ലാ ലെയറും അഫക്റ്റഡ് ആവുന്നത് കൊണ്ട് അവിടെ ചുരുക്കം വരാനുള്ള ചാൻസ്, അഥവാ ഒബ്സ്ട്രക്ഷൻ വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ രണ്ട് കുടലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫിസ്റ്റുല, അല്ലെങ്കിൽ എക്സ്റ്റേണലി നമുക്ക് തൊലിപ്പുറത്തോട്ട് ഉണ്ടാകുന്ന ഫിസ്റ്റുലാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മലദ്വാരത്തിന് ചുറ്റും ഉണ്ടാവാനുള്ള പെരിയാനൽ ഫിസ്റ്റുല, പെരിയാനൽ ആബ്സസ്, ഇതെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനത്തേക്കെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സർജറി എല്ലാം വേണ്ടി വരും. ഇതിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ള ട്രീറ്റ്മെൻറ്റ്സ്, അതായത് ചികിത്സാ രീതി. അപ്പോൾ ഇത് നമ്മൾ ആദ്യം IBD ഏത് ടൈപ്പാണെന്നുള്ളത് നോക്കണം. അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണോ ക്രോൺസ് ഡിസീസ് ആണോ എന്നുള്ളത് തിരിച്ചറിയണം. ആദ്യം നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണെങ്കിൽ അത് വൻകുടലിൻ്റെ ഏത് ഭാഗത്താണ് ഇത് ഇൻവോൾവ്മെൻ്റ് ഉള്ളത്. ചിലപ്പോൾ മലവശത്തിൻ്റെ തൊട്ട് മുകളിൽ റെക്ടത്തിൽ മാത്രമായിരിക്കാം, ചിലപ്പോൾ വൻകുടലിൻ്റെ ഇടത് സൈഡ് ലെഫ്റ്റ് സൈഡിൽ മാത്രമായിരിക്കും, ചിലപ്പോൾ വൻകുടലിൻ്റെ മൊത്തത്തിലായിരിക്കാം. അതിനെ പാൻകോളൈറ്റിസ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിന് എവിടെയാണോ ഇതിൻ്റെ അഫക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരിടത്ത് മാത്രമേ ഉള്ളെങ്കിൽ ചിലപ്പോൾ നമ്മൾ മലദ്വാരത്തിൽ വയ്ക്കുന്ന സപ്പോസിറ്ററി അല്ലെങ്കിൽ എനിമ വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് കൊടുക്കുന്ന മരുന്നുകൾ ഈ രോഗപ്രതിരോധ ശക്തിയെ കുറയ്ക്കുന്ന ചില സ്റ്റിറോയിഡുകളുണ്ട്, ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന അസായത്തൈപ്രിൻ പോലത്തെ ഗുളികകളുണ്ട്. പിന്നെ അവിടെ ഈ തൊലിപ്പുറത്ത് മാത്രം ആക്ട് ചെയ്യുന്ന ചില മരുന്നുകളുണ്ട്, മെസലമീൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് രോഗത്തിൻ്റെ സിവിയറിറ്റി, അതായത് തീവ്രതയും ബാക്കി രോഗലക്ഷണങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ രോഗിക്കും ചിലപ്പോൾ ചികിത്സാ രീതി ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലവർക്ക് ഇത് ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും, ചിലപ്പോൾ അതിൽ ഫെയിലാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തടുത്ത ഡ്രഗ്സിലോട്ട് പോകും. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കി സർജറി അങ്ങനത്തേക്ക് വേണ്ടി വരും. പിന്നെ മിക്ക പേഷ്യൻസിനും നമുക്ക് ഡിസീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ ഡോസ് എല്ലാം കുറച്ച് വരും. ചിലവർക്ക് ഇത് നീണ്ട നാൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോകും. ചിലവർക്ക് ഇത് റിലാപ്സ് എന്ന് പറയും, അതായത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക തന്നെ ഡിസീസ് ചിലപ്പോൾ സിവിയറായിട്ട് വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് മരുന്നുകളെല്ലാം ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളത് ക്രോൺസ് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ സങ്കീർണതപ്പെട്ടതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുടലിൻ്റെ ഏത് ഭാഗത്ത് അഫക്റ്റഡ് ആണ്, ചെറുകുടലാണോ വൻകുടലാണോ, അങ്ങനെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, നീർവീക്കം എവിടെയാണ് കൂടുതലെന്നുള്ളത്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയ ഫിസ്റ്റുല ഉണ്ടോ, വേറെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചികിത്സാ രീതി. ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ്, അസായത്തൈപ്രിൻ. ക്രോൺസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കൂടുതൽ യങ് ഏജിലാണ്, അതെന്ന് പ്രായം കുറഞ്ഞവരിലാണ് വരുന്നത്, 15 തൊട്ട് 40 വയസ്സ്. അപ്പോൾ നമ്മുടെ രോഗത്തിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് കൂടുതൽ മരുന്നുകൾ ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കുറച്ച് മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് രോഗത്തിനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സിവിയറിറ്റി, അതായത് തീവ്രത കൂടുതലാണെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ടുള്ള ബയോളജിക്കൽസ് അഥവാ ആൻറ്റിബോഡീസ്, നമുക്ക് ഈ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന താറുമാറാകുന്ന ആ കോശങ്ങൾക്ക് എതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് കൊടുക്കുമ്പോൾ ഈ വ്രണങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് വരും. പക്ഷേ അത്തരത്തിലുള്ള ആൻറ്റിബോഡീസ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള 1-2 ഇഷ്യൂസ് വരാനുള്ള സാധ്യത. മെയിനായിട്ട് ഇത് ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ബോഡിയിൽ ഹെപ്പറ്റൈറ്റിസ് ബിയോ TB ഇതുപോലത്തെ അസുഖങ്ങൾ റീആക്ടിവേഷൻ, അതായത് ഇത് വീണ്ടും വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് IBD ഈ ബയോളജിക്കൽസ് എല്ലാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രോൺസ് എന്ന് പറയുന്ന ഒരു സങ്കീർണപ്പെട്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് സ്ഥിരം ഫോളോ അപ്പും റെഗുലറായിട്ട് കൊളോണോസ്കോപ്പി ഇതെല്ലാം ചെയ്ത് റെഗുലറായിട്ട് ഒരു ഫോളോ അപ്പും കാര്യങ്ങളെല്ലാം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ്.
നമുക്കൊരു പരിധിവരെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ പൂർണ്ണമായിട്ടും ഫുൾ ഡിസീസിനെ നമുക്ക് ഒരു കൺട്രോൾ എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ് ക്രോൺസ് ഡിസീസ്. അത് സംബന്ധിച്ച് അൾസറേറ്റീവ് കോളൈറ്റിസ് കുറച്ചും കൂടെ നമുക്ക് അസുഖം കൺട്രോൾ ചെയ്യാനും റെഗുലർ കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറവായിട്ടുള്ള ഒരു അസുഖമാണ്.